ജീവിതത്തിൽ നിങ്ങൾ ആരുമായിട്ടും കോമ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ മാത്രമായിട്ടാണ് എന്നൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് അതെങ്ങനെ ശരിയാവും? നമ്മളൊരു മത്സര പരീക്ഷ എഴുതുന്നുണ്ടെങ്കിൽ, എൻട്രൻസ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അവിടെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും, അത് വെച്ചിട്ടാണ് അഡ്മിഷൻ. ഇനി ഒരു ജോലിക്ക് പോവുകയാണെങ്കിൽ അവിടെ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അവിടെ ഒരു റാങ്കിങ് അവർ വെക്കും, അത് വെച്ചിട്ട് അവർ ജോലി കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കല്യാണം കഴിക്കാൻ പോവുകയാണെങ്കിലും അവിടെയും കുറേ ആൾക്കാരെ ഇടയിൽ കോമ്പീറ്റ് ചെയ്തിട്ടാണ് എങ്ങനെയൊക്കെ ഒരു കല്യാണം ശരിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാരുമായിട്ട് കോമ്പീറ്റ് ചെയ്യണ്ട എന്ന് പറയുന്നതിൽ എന്തർത്ഥം? ഇങ്ങനെ കുറേ ആലോചിച്ചപ്പോൾ എനിക്കതിന് ഉത്തരം കിട്ടി. അപ്പോൾ ആദ്യം നമ്മളൊരു മൂക്കില്ല രാജ്യത്തെ മുറിമൂക്കനാണെന്ന് വിചാരിക്കുക. നമ്മുടെ കൂട്ടത്തിൽ നമ്മളാണ് ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രശ്നം എന്താ അറിയോ? നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മളാളൊരു പുലിയാണ്. അപ്പോൾ നമ്മളുടെ ഗ്രോത്ത് ഇങ്ങനെ മേലെ കയറി ഒരു പോയിന്റിലെത്തും. ആ പോയിന്റിലെത്തുമ്പോൾ നമുക്ക് തോന്നും എനിക്ക് എന്തിനും ഇമ്പ്രൂവ് ചെയ്യണം, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെക്കാട്ടും എത്രയോ സുപ്പീരിയറാണ് ഞാൻ, അപ്പോൾ ഞാൻ ഗ്രോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നും. ഇനി നേരെ തിരിച്ചാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വമ്പന്മാരാണെങ്കിൽ നമുക്ക് തോന്നും ഇനി ഞാൻ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം, ഇത്രയൊക്കെ എത്താൻ എനിക്ക് എപ്പോൾ പറ്റാനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കോംപ്ലക്സ് ഉണ്ട്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും. ഇത് മനസ്സിൽ കടന്നു കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി, ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ, പ്രോഗ്രസ് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നടക്കാൻ വേണ്ടേ, ഒരു യാർഡ് സ്റ്റിക്ക് വേണ്ട നമ്മൾ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ. അപ്പോൾ അങ്ങനെ ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്നലെ എന്താണോ അതുമായിട്ട് കമ്പയർ ചെയ്യാം, ബിഫോർ ആൻഡ് ആഫ്റ്റർ. അങ്ങനെ ഓരോ ദിവസവും ഒരു 1% ഇമ്പ്രൂവ്മെൻറ്റെങ്കിലും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേമിൽ അത് കോമ്പൗണ്ട് ചെയ്ത് വലിയൊരു ഗ്രോത്ത് നമുക്ക് സാധിക്കാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യേണ്ട എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. പക്ഷേ ആ കോമ്പറ്റീഷൻ അങ്ങനെയാണെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, നമുക്ക് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സ്കെയിലേ ഉള്ളൂ. അത് നമ്മൾ ഇന്നലെ ആരാണ്, എന്താണ് എന്നത് മാത്രമാണ്. അപ്പോൾ വലിയ വലിയ ലക്ഷ്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മേക്ക് ദാറ്റ് 1% ഗ്രോത്ത് ഫ്രം ഹൂ യു വർ യെസ്റ്റർഡേ. അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും നമ്മളെ തന്നെ ബീറ്റ് ചെയ്യുമ്പോൾ, നമ്മളെ തന്നെ വിൻ ചെയ്യുമ്പോൾ വി വിൽ ബി ബെറ്റർ, ബിഗർ ആൻഡ് ഗ്രേറ്റർ. അപ്പോൾ തുടങ്ങുകയല്ലേ നമ്മളുമായിട്ടുള്ള കോമ്പറ്റീഷൻ.